ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും വിരാട് കോഹ്ലി വിരമിച്ചിരിക്കുന്നു. അനൂപ് ഷൺമുഖൻ സ്പോർട്സ് ഡെസ്കിൽ വിവരങ്ങളുമായി. അനൂപ്, ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസമായി BCCI ഉദ്യോഗസ്ഥരുമായി താൻ വിരമിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം കോഹ്ലി ചർച്ച ചെയ്യുകയായിരുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സ്മൃതി, തീർച്ചയായിട്ടും അദ്ദേഹത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. വിരാട് കോഹ്ലി താൻ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുകയാണ്. അത് അതീവ കഠിനമായിട്ടുള്ളൊരു തീരുമാനമാണ്, പക്ഷേ അത് അനിവാര്യമായിരിക്കുമെന്ന് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. എന്തായാലും കഴിഞ്ഞ മാസം തന്നെ അദ്ദേഹം BCCI അറിയിച്ചിരുന്നു താൻ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ ഉദ്ദേശിക്കുകയാണ്, BCCIയുടെ അനുമതി തേടുകയായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അനുമതി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രോഹിത് ശർമ്മ കഴിഞ്ഞ മാസം വിരമിച്ചു. അതിന് തൊട്ടു പിന്നാലെ വിരാട് കോഹ്ലി എന്ന ഇതിഹാസ താരം കൂടി ഇന്ത്യയുടെ വെള്ളക്കുപ്പായം അഴിച്ചുവെക്കുകയാണ്. വലിയ പ്രതിസന്ധി ആയിരിക്കാം ഒരു പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റിന് നേരിടാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പുതിയൊരു നായകൻ്റെ കീഴിലേക്ക് മാറുന്നൊരു ഘട്ടം കൂടിയാണ്. പുതിയ വെല്ലുവിളി ഇംഗ്ലണ്ടിലെ പര്യടനമാണ് അടുത്തത്. 5 ടെസ്റ്റുകളുടെ പരമ്പര. ആ ഒരു പരമ്പരയ്ക്ക് കൂടി വിരാട് കോഹ്ലി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അത് ഉണ്ടാകുന്നില്ല. അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റിലെ സമീപകാലത്തെ പ്രകടനം വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഓസ്ട്രേലിയയിൽ കഴിഞ്ഞ പരമ്പര അദ്ദേഹത്തിന് ഒരു സെഞ്ചുറി പുറത്തിൽ നേടിയെങ്കിലും വലിയ രീതിയിലുള്ള വിജയം സമ്മാനിക്കാനൊന്നും വിരാട് കോഹ്ലിക്ക് കഴിഞ്ഞിരുന്നില്ല. ബാറ്റിംഗ് ആവറേജ് അടക്കമുള്ള വളരെ മോശമാകുന്ന സാഹചര്യമുണ്ടായി. വിമർശനങ്ങൾ വലിയ രീതിയിൽ നേരിട്ടു. ആ ഒരു പശ്ചാത്തലത്തിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ ഒരുപക്ഷെ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് നീണ്ടുപോവുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ അടുത്ത മാസം ആരംഭിക്കുന്ന ഇംഗ്ലണ്ട് പര്യടനത്തിനുള്ള ഇന്ത്യൻ കുപ്പായത്തിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ വിരാട് കോഹ്ലി ഉണ്ടാകില്ല എന്ന കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. എന്തായാലും വിരാട് കോഹ്ലിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ആവറേജോ ബാറ്റിംഗ് മികവോ ഒന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ നൽകിയ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ടെസ്റ്റ് നായകൻ എന്ന പദവിയോടുകൂടിയാണ് വിരാട് കോഹ്ലി മടങ്ങുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി നമ്മൾ എടുത്തു കാണിക്കണം. ഒരു ICC കിരീടം ഇന്ത്യക്ക് സമ്മാനിക്കാൻ കഴിഞ്ഞില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ. എങ്കിൽ പോലും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഏറ്റവും പരമോന്നതമായ രൂപത്തിൽ ഇന്ത്യക്ക് രാജ്യത്തിന് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ സമ്മാനിച്ച നായകൻ. 68 ടെസ്റ്റുകളിൽ നയിച്ചു. 40 ടെസ്റ്റുകളിൽ ഇന്ത്യയെ വിജയിപ്പിച്ചു. കേവലം ഒരു ഒറ്റ ടെസ്റ്റിൻ്റെ മാത്രം പിന്നിലാണ് ഇതിഹാസ ക്യാപ്റ്റൻ സ്റ്റീവോയ്ക്ക് പിന്നിൽ വിരാട് കോഹ്ലി എന്ന നായകനുള്ളത്. അതുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച ഒരു നായകൻ കൂടി ഇന്ത്യൻ കുപ്പായം അഴിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലെ കുപ്പായം അഴിച്ചു വെക്കുന്നു എന്നുള്ളതാണ്. 123 ടെസ്റ്റുകൾ നീണ്ട ഒരു കരിയർ, 7ഓളം ഇരട്ട സെഞ്ചുറികൾ നേടിയിട്ടുള്ള ഒരു വലിയ കരിയർ, 31 സെഞ്ചുറികളും 30 അർദ്ധ സെഞ്ചുറികളും അലങ്കരിക്കുന്ന ഒരു ടെസ്റ്റ് കരിയർ. മറ്റൊരു വലിയ നേട്ടത്തിന് പടിവാതിൽ വെച്ച് അദ്ദേഹം മതിയാക്കുന്നു എന്നത് എടുത്തു പറയുകയാണ്. കാരണം 10,000 റൺസ് ക്ലബ് എന്ന അതിവിശിഷ്ടമായ പദവിയിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തിന് 730 റൺസ് കൂടി മതിയായിരുന്നു. ഒരു പക്ഷേ ഇംഗ്ലണ്ട് പര്യടനത്തിൽ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ടിൽ അദ്ദേഹം ഏറ്റവും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ്. ഇംഗ്ലണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയാൻ 2018 പരമ്പരയുണ്ട്. ഒരു 730 റൺസ് കൂടി ചേർത്തിട്ടെങ്കിൽ 10,000 ക്ലബ് എന്ന അതിവിശിഷ്ടമായ ടെസ്റ്റ് പദവിയിലെ ഒരു സിംഹാസനത്തിൽ കൂടി ഇതിഹാസ താരം ലെജൻഡറി ക്രിക്കറ്റർ വിരാട് കോഹ്ലി കയറിയിരിക്കുമായിരുന്നു. പക്ഷേ അത് വേണ്ട എന്ന് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ് തീർച്ചയായിട്ടും വലിയ നഷ്ടം തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമിയെ സംബന്ധിച്ച്. ഇനിയിപ്പോൾ വിരാട് കോഹ്ലിയെ നമുക്ക് ഇന്ത്യൻ കുപ്പായത്തിൽ കാണാൻ കഴിയുക ഏകദിന കുപ്പായത്തിൽ മാത്രമായിരിക്കും. അതും ഒരു വിരമിക്കൽ നമ്മൾ ഏതൊരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് ICC ചാമ്പ്യൻസ് ട്രോഫി നേടുന്നതിന് പിന്നാലെ അദ്ദേഹം വിരമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ആ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹം മനസ്സിൽ കണക്ക് കൂട്ടുന്നത് ചിലപ്പോൾ ഒരുപക്ഷേ അടുത്ത ലോകകപ്പ് കൂടിയായിരിക്കാം. അത് സാധ്യമാക്കട്ടെ എന്നാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. സ്മൃതി, ഇതിപ്പോൾ താൻ വിരമിക്കുന്നു എന്നൊരു വാചകം മാത്രം പറഞ്ഞുകൊണ്ടാണോ കോഹ്ലിയുടെ പ്രതികരണം വന്നിരിക്കുന്നത് അനൂപ്? തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് പറയുന്നില്ല. അതായത് താൻ ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കുകയാണ്, അത് ഒരു കടുത്ത തീരുമാനമായിരുന്നു ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് മാറാനുള്ളത് എന്ന ഒരു വാചകം മാത്രമാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ അത് ദീർഘകാലമായിട്ടുള്ള ആലോചനകളിൽ നിന്ന് രൂപപ്പെടുത്തിയെടുത്ത ഒരു ചിന്ത തന്നെയാണ്, തീരുമാനം തന്നെയാണ് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹം BCCIയെ ബന്ധപ്പെട്ടിരുന്നു, തൻ്റെ തീരുമാനം അറിയിച്ചിരുന്നു. അതിന് ശക്തി പകർന്നത് ഒരുപക്ഷേ നായകൻ രോഹിത് ശർമ്മയുടെ പടിയിറങ്ങൽ കൂടിയായിരിക്കാം.